ഗുഡ് ഈവനിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. ഇടുക്കി കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ച വയോധികയായ അന്നക്കുട്ടിയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. പോലീസിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ അട്ടപ്പള്ളം സെന്റ് തോമസ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുക. അവശനിലയിലായിരുന്ന അന്നക്കുട്ടിയെ പോലീസ് ആശുപത്രിയിലെത്തിച്ചു. ചികിത്സ തുടരുന്നതിനിടെയാണ് മരിച്ചത്. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. പ്രവിധ അല്പസമയം മുമ്പാണ് അന്നക്കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കുമളിയിലേക്ക് എത്തിച്ചത്. ആദ്യം കുമളി ബസ് സ്റ്റാൻഡിൽ ഒരു പൊതുദർശനമുണ്ട്. കളക്ടറും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ മറ്റു ഉദ്യോഗസ്ഥരും പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെയാണ് അന്നക്കുട്ടിയെ രോഗം മൂർച്ഛിക്കുകയും പിന്നീട് ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച മരണം സംഭവിക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും അത്യന്തം ദാരുണമായ സംഭവം, മക്കൾ ഉപേക്ഷിച്ചതായി അന്നക്കുട്ടി പോലീസിലൊരു പരാതി ഉന്നയിച്ചിരുന്നു. തുടർന്ന് കുമളി പോലീസിന്റെ ഒരു ഇടപെടൽ ഈ കേസിൽ എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ്. കുമളി പോലീസിൽ നിന്ന് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അവർ ഈ അന്നക്കുട്ടിയുടെ പരിചരണത്തിനായി നിയോഗിച്ചിരുന്നു. ബാക്കി തുടർന്നുള്ള നടപടികളെല്ലാം അന്നക്കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതും ഇപ്പോൾ ഈ മരണാനന്തര ചടങ്ങ് ഉൾപ്പെടെ ചെയ്യുന്നത് കുമളി പോലീസിന്റെ നേതൃത്വത്തിലാണ്. മക്കളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള കരുണയും ആ അമ്മയ്ക്ക് ലഭിച്ചില്ല എങ്കിൽ പോലും പൊതുസമൂഹവും അതോടൊപ്പം പോലീസും എല്ലാം ആ അമ്മയെ ഏറ്റെടുക്കുന്നു. അവർക്ക് അന്തിമോപചാരം അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരം സംസ്കാര ചടങ്ങുകൾക്ക് ഉൾപ്പെടെ പൊതുസമൂഹം ഒന്നാകെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലെ അന്നക്കുട്ടിയുടെ മകനെ ഈ മരണവിവരം അറിയിച്ച ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിൽ അവിടെ നിന്ന് പോലീസുകാർ നൽകിയ വിവരമനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും നമുക്ക് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ്. വീട്ടിൽ നായ്ക്കളെ നോക്കാൻ ആരുമില്ല, തനിക്ക് പോകണം എന്നുള്ളതായിരുന്നു ആ മകന്റെ പ്രതികരണം. നേരത്തെ ഭർത്താവ് മരിച്ച അന്നക്കുട്ടി പിന്നീട് തനിച്ചായിരുന്നു താമസം. മക്കൾ തന്നിൽ നിന്ന് പണം അപഹരിച്ച ശേഷം തന്നെ ഉപേക്ഷിച്ചു. മകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു തുച്ഛമായ വരുമാനം മാത്രമാണ് ഉണ്ടായിരുന്നത്. തന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അന്നക്കുട്ടി പോലീസിനെ സമീപിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം അന്നക്കുട്ടി ഒന്ന് വീണ് വലത് കൈ ഒടിഞ്ഞിരുന്നു. പിന്നാലെയാണ് പോലീസ് അന്നക്കുട്ടിയുടെ പരിചരണം ഏറ്റെടുക്കുന്നു. പിന്നീട് രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ ആദ്യം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. എന്തായാലും നിലവിൽ ആ മൃതദേഹം കുമളി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചിട്ടുണ്ട്. പൊതുദർശനം നടത്തും. അവിടെയുള്ള ആളുകൾക്കും പ്രദേശവാസികൾക്കും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും. അതിനുശേഷമായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. ഒരു 5:30 മൃതദേഹം സംസ്കരിക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പ്രവിധ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ച വയോധികയായ അന്നക്കുട്ടിയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ നാളെ അഭിഭാഷകർ കോടതിയിൽ ഹാജരാകാത്തതിന്റെ പേരിൽ പ്രതികൂല ഉത്തരവുകൾ ഉണ്ടാകരുതെന്ന് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കത്ത് അയച്ചിരിക്കുന്നത്? കത്തിന്റെ ഉള്ളടക്കം എന്താണ്? പ്രവിധ, അയോധ്യ രാമക്ഷേത്ര പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിനോട് അനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉച്ചയ്ക്ക് 2:30 വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാന സർക്കാരുകളും സമാനമായ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഭിഭാഷകർക്കും ഇത്തരത്തിൽ ഈ ചടങ്ങ് കാണാൻ അവസരമൊരുക്കണം എന്നും അതുകൊണ്ട് തന്നെ നാളെ അഭിഭാഷകർ കോടതിയിൽ എത്തിയില്ല എങ്കിൽ പോലും അവർക്ക് പ്രതികൂലമായ തീരുമാനം ഉണ്ടാകരുത് എന്ന് രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അതീഷ് കുമാർ അഗർവാള കത്തയച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരുകളും നാളെ അവധി ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഉൾപ്പെടെ പരിഗണിക്കണം എന്നുമാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അഭിഭാഷകർക്ക് ഈ ചടങ്ങ് കാണാൻ അവസരമൊരുക്കുന്നതിൻ്റെ ഭാഗമായി കോടതികൾക്ക് അവധി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഈ ആവശ്യം നിലനിൽക്കെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു കത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് അയച്ചിരിക്കുന്നത്. പല കോടതികളിലും ഹൈക്കോടതികളിലും ബാർ അസോസിയേഷനുകൾ സമാനമായ ആവശ്യം ഉന്നയിച്ച് ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രവിധ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.
ഗായകൻ സൂരജ് സന്തോഷിനെതിരായ സൈബർ ആക്രമണ കേസിൽ പ്രതി അറസ്റ്റിൽ. എറണാകുളം സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. ഫോൺ വിളിച്ച് അസഭ്യം പറഞ്ഞതിനും സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിനുമാണ് കേസ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ഇയാൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? അതായത് ഫോൺ വിളിച്ച് അസഭ്യം പറഞ്ഞതിനും സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിനും ഒപ്പം അപകീർത്തിപ്പെടുത്തലിനുമാണ് എറണാകുളം സ്വദേശിയായ ഉണ്ണികൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാൾ എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്തിയാണ് പൂജപ്പുര പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ഗായകൻ സുരേഷ് സന്ദേശവുമായി ബന്ധപ്പെട്ട ഉണ്ടായ സൈബർ ആക്രമണത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന തരത്തിൽ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നടത്തുമെന്നാണ് പൂജപ്പുര പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പൂജപ്പുര പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ജയ് ശ്രീറാം എന്ന് വിളിച്ചില്ലെങ്കിൽ കുത്തിക്കൊല്ലുന്ന നാടായി ഇന്ത്യ മാറിയെന്ന എഴുത്തുകാരൻ T. പത്മനാഭൻ. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ വിൽപ്പന ചരക്കാണ് ശ്രീരാമന്റെ പേര്. തിരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ട് അയോധ്യ ആയിരിക്കുമെന്നും T. പത്മനാഭൻ പറഞ്ഞു. എൻ്റെ അറിവിൽ ഏറ്റവും വലിയ ശ്രീരാമഭക്തൻ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ സാധു മനുഷ്യൻ ജീവിതത്തിൽ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ. വിജയഭട്ടിൻ്റെ രാമരാജ്യമായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ 2 ശബ്ദമേ ഉച്ചരിച്ചിട്ടുള്ളൂ, ഹേ റാം, ഹേ റാം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൽപ്പന ചരക്ക് വെച്ച ഉടനെ തന്നെ വിറ്റുപോകുന്നത് ശ്രീരാമൻ്റെ പേരാണ്. ശ്രീരാമൻ്റെ പേര് ഉച്ചരിച്ചില്ലെങ്കിൽ, പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുന്ന നാടാണിത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, ഏത് വേദിയിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം? അദ്ദേഹം പറഞ്ഞ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങൾ പരാമർശിക്കുന്ന കണ്ണൂരിലെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് എഴുത്തുകാരൻ T. പത്മനാഭൻ ഈ പരാമർശങ്ങൾ നടത്തിയത്. ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിയും നെഹ്റുവും എല്ലാം പോകുന്നു, അങ്ങനെ പകരം മറ്റു പല ആളുകളും അവതരിക്കുന്ന ഒരു കാലമാണ്. തന്റെ അറിവിൽ ഏറ്റവും വലിയ ശ്രീരാമ ഭക്തൻ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ, അത് വിജയഭട്ടിന്റെ രാമരാജ്യമായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ, മഹാത്മാഗാന്ധി മരിക്കുമ്പോൾ 2 വാക്കേ ഉച്ചരിച്ചിട്ടുള്ളത് ഹേ റാം എന്നായിരുന്നു. ഇന്ന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി കേരളത്തിൽ നിന്നും പോയത് പ്രമുഖ കായിക താരം PT ഉഷയാണ്. പക്ഷേ ഉഷ ഏതൊക്കെ രാമായണമാണ് വായിച്ചിട്ടുള്ളതെന്ന് തനിക്കറിയില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൽപ്പന ചരക്കായി ശ്രീരാമന്റെ പേര് മാറുന്നു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം എന്ന് അഭിവാദ്യം ചെയ്തില്ലെങ്കിൽ അവരെ കുത്തിക്കൊല്ലുന്ന നാടായി മാറുന്നു. അത് ഇനിയും വർദ്ധിക്കാനുള്ള സാഹചര്യമാണുള്ളത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തുറുപ്പുചീട്ട് ശ്രീരാമന്റെ പേരും അയോധ്യയിലെ ക്ഷേത്രവുമായി മാറുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന കുറ്റപ്പെടുത്തലും വിമർശനവുമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണം. സുനിത്പൂരിൽ വെച്ച് തന്റെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായതായി ജയറാം രമേശ് ആരോപിച്ചു. യാത്രയുടെ പോസ്റ്റർ വിൻഷീൽഡിൽ നിന്ന് വലിച്ചു കീറിയെന്നും കോൺഗ്രസ് വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുവെന്നും ജയറാം രമേശ് സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ആക്രമണത്തിന് പിന്നിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെന്നും ആരോപണം. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ഒരിക്കൽ കൂടി ബൽറാം, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കോൺഗ്രസിന് നേരെ ഈ യാത്രയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ജയറാം രമേശ് പറയുന്നത് എന്തൊക്കെ? പ്രവിത, ഇന്ന് രാവിലെയാണ് അരുണാചൽ പ്രദേശിലെ പര്യടനം പൂർത്തിയാക്കി ഭാരത് ജോഡോ യാത്ര വീണ്ടും അസമിലേക്ക് തിരിച്ചെത്തിയത്. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് ഭാരത് ജോഡോ യാത്രയിലെ പങ്കെടുക്കുന്ന വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് ജയറാം രമേശ് ആരോപിക്കുന്നത്. ജയറാം രമേശ് അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വാഹനത്തിന്റെ വിൻഷീൽഡുകളിൽ പതിച്ചിരുന്ന ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ
BJP പ്രവർത്തകർ വലിച്ചു കീറുകയും വാഹനത്തിന് ചില്ലുകളിലേക്ക് അടിക്കുകയും കൂടാതെ വെള്ളം തെറിപ്പിക്കുകയും ചെയ്തു ഈ വാഹനങ്ങളിലേക്ക് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഭാരത് ജോഡോ യാത്രയ്ക്കൊപ്പം സഞ്ചരിച്ചിരുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തകന്റെ ക്യാമറ അപഹരിച്ച അക്രമി സംഘം കടന്നു കളഞ്ഞു. പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. ഇപ്പോൾ പ്രതിഷേധക്കാർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് 24 ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ പ്രതിഷേധക്കാർക്ക് നേരെ ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ അസമിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, എതിർപ്പുയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഈ അക്രമികൾക്കിടയിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്കെതിരെ ഇടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങി നടക്കുകയായിരുന്നല്ലോ, എന്താണ് സംഭവിച്ചത് ഇവിടെ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? പ്രവിത, ഈ അക്രമികൾ BJPയുടെ കൊടികളുമായി എത്തുകയും ഈ ഭാരത് ജോഡോ യാത്രയിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസിന്റെ കൊടികൾ മാറ്റി അവിടെ BJPയുടെ കൊടികൾ സ്ഥാപിക്കുകയും ചെയ്തു എന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ സംഘടിച്ചെത്തിയ BJP പ്രവർത്തകർക്ക് ഇടയിലേക്കാണ് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെല്ലുകയും അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതായത് പ്രതിഷേധിക്കാൻ എത്തിയ BJP പ്രവർത്തകരെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ അല്ലെങ്കിൽ ആസൂത്രിതമായി അസമിൽ മാത്രം ഇത്തരത്തിൽ ആക്രമണം ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് കോൺഗ്രസ് ആരോപിക്കുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ജനപിന്തുണ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ഇത് കണ്ട് വിറളി പിടിച്ച് ഭയപ്പെട്ടാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇത്തരത്തിൽ അക്രമികളെ ആക്രമിക്കാനായി പറഞ്ഞയക്കുന്നത് എന്നുള്ളതാണ്. ഈ അക്രമികൾ ഈ വാഹനങ്ങൾക്ക് നേരെ ആക്രമിക്കുകയും മറ്റും ചെയ്യുമ്പോൾ കോൺഗ്രസ് സംയമനത്തോടെ ഇടപെട്ടു എന്ന് ജയറാം രമേശ് അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി അവരെ അഭിവാദ്യം ചെയ്ത് അവർക്കിടയിലേക്ക് ഇറങ്ങി അവർക്ക് സംസാരിക്കാനുള്ളത് എന്ത് എന്ന് കേൾക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അപ്രതീക്ഷിതമായ നീക്കമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഭാരത് ജോഡോ യാത്രയുടെ സന്ദേശമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന എല്ലാവരെയും ഒന്നിപ്പിക്കുക, ഒപ്പം തന്നെ നീതി ഉറപ്പാക്കുക എന്ന സന്ദേശമാണ് ന്യായ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. അത് പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിൽ പ്രതിഷേധിക്കാനെത്തിയ BJP പ്രവർത്തകർക്ക് ഇടയിലേക്ക് പോലും ഇറങ്ങിച്ചെല്ലുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും തയ്യാറായിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അസമിൽ. രാഹുൽ ഗാന്ധിയുടെ പൊടുന്നനെയുള്ള ഇത്തരത്തിലൊരു പ്രവൃത്തി അത് ഏത് തരത്തിലാണ് ഈ പ്രതിഷേധക്കാർ നോക്കിക്കണ്ടത്? രാഹുൽ ഗാന്ധി സ്വാഭാവികമായും ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാനൊന്നും അത്ര എളുപ്പം പറ്റില്ലല്ലോ. പ്രവിത, രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയിലും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സംഘം ഉണ്ട്. എന്നാൽ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര ആദ്യഘട്ടത്തിലും ന്യായ് യാത്ര ഇപ്പോൾ നടക്കുന്ന വടക്കുകിഴക്കിൽ നിന്ന് ആരംഭിക്കുന്ന ന്യായ് യാത്രയിലും കൂടുതലായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജനങ്ങളോട് സംവദിക്കാനുമാണ് രാഹുൽ ഗാന്ധി സമയം കൂടുതലായും കണ്ടെത്തുന്നത്. അതിനായി തന്നെ ഈ യാത്ര നേരത്തെ ഇത് പൂർണ്ണമായും ഏതാണ്ട് ഭൂരിഭാഗവും നടന്നു നീങ്ങുകയാണെങ്കിൽ മറ്റ് പരിമിതികളെ തുടർന്ന് ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ കൂടുതൽ സമയം വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ ഗ്രാമീണരെയും മറ്റും കാണുമ്പോൾ അവരുമായി ഇറങ്ങിച്ചെന്ന് സംവദിക്കാൻ രാഹുൽ സമയം കണ്ടെത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധിക്കാനെത്തിയ BJPക്കാർക്ക് ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്ന ഒരു കാഴ്ചയാണ്. അത് ഈ പ്രതിഷേധിക്കാനെത്തിയ ആളുകളെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഞെട്ടൽ അവരുടെ ഈ പ്രതിഷേധിക്കാനെത്തിയ BJP കൊടികളുമായി എത്തിയ ആളുകളുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തവുമാണ്. അദ്ദേഹം അവരോട് സംസാരിക്കുന്നു, അവർക്ക് പറയാനുള്ളത് കേൾക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നത് പോലും ക്ഷമയോടെ അദ്ദേഹം കേൾക്കുന്നു എന്നുള്ളതാണ് അവരെ പോലും അമ്പരപ്പിച്ച ഒരു നീക്കം എന്നുള്ളത്. താൻ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം അതിന് പൂർണ്ണമായും അത് തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഭാരത് ജോഡോ യാത്രയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്നുള്ളത്. ഈ ഭാരത് ജോഡോ യാത്ര അസമിൽ എത്തിയത് മുതൽ തന്നെ സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ ഭാരത് ജോഡോ യാത്രയും തമ്മിലുള്ള സംഘർഷവും അതീവ രൂക്ഷമായിരുന്നു.
മുൻ നിശ്ചയിച്ച റൂട്ടിലൂടെ അല്ലാതെ ഗുവാഹത്തി ടൗണിലേക്ക് യാത്ര കടക്കുകയാണെങ്കിൽ രാഹുൽ അസം വിട്ട് ബംഗാളിലേക്ക് എത്തുന്നതോടുകൂടി തിരിച്ചു വിളിച്ച് അറസ്റ്റ് ചെയ്യും എന്ന വലിയ താക്കീത് തന്നെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിലെ ഏറ്റവും വിശ്വസ്തനായ ഹിമന്ത ബിശ്വ ശർമ്മ BJPയിൽ എത്തിയപ്പോൾ വടക്ക് കിഴക്കിനെ മുഴുവനായി BJPയോടൊപ്പം ചേർക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുവായി കോൺഗ്രസിനെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മ എന്നുള്ളത്. ഭാരത് ജോഡോ യാത്ര നേരത്തെ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച കശ്മീരിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ നടത്തിയ പരാമർശങ്ങൾക്കെല്ലാം തന്നെ അസമിൽ ഇരുന്നു കൊണ്ട് അതിനെ എതിരായ പരാമർശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ യാത്ര ഇപ്പോൾ അസമിലേക്ക് എത്തിയപ്പോൾ കൃത്യമായി ഓരോ ദിവസവും രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം രംഗത്തെത്തുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഭാരത് ജോഡോ ന്യായ യാത്രക്കിടെയാണ് നാടകീയ രംഗങ്ങൾ. വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങി പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഭാരത് ജോഡോ ന്യായ യാത്ര 8ാം ദിവസം പുരോഗമിക്കുന്നു. അസമിലാണ് യാത്ര പുരോഗമിക്കുന്നത്. അതിനിടെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ജയറാം രമേശാണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ പന്തല്ലൂരിൽ 2 കുട്ടികൾ പാറക്കുളത്തിൽ വീണ് മരിച്ചു. 9 വയസ്സുള്ള മഷീദ, 13 വയസ്സുള്ള ഹസ്നത്ത് എന്നിവരാണ് മരിച്ചത്. കാൽ കഴുകാൻ കുളത്തിൽ ഇറങ്ങിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ അപകടമുണ്ടായപ്പോഴാണ് എങ്ങനെയാണ് ഈ അപകടം എന്നാണ് അറിയാൻ കഴിയുന്നത്? പ്രവിത, ഈ കുട്ടികൾ പന്തല്ലൂരിൽ തന്നെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു. ഈ 2 കുട്ടികളോടൊപ്പം അവരുടെ ഉപ്പയും ഉണ്ടായിരുന്നു. വിവാഹശേഷം ഇവർ ഈ കുളത്തിലേക്ക് എത്തുകയും അവിടെ ഈ കുട്ടികൾ കാല് കഴുകാൻ വേണ്ടി ഇറങ്ങുകയുമായിരുന്നു. ഇറങ്ങിയും ഈ കുളത്തിൽ തന്നെ ഒരു 3-4 പടിക്കെട്ടുകളുണ്ട്. പക്ഷേ ഈ പടിക്കെട്ടുകൾ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ഭാഗം വലിയ താഴ്ചയുള്ള ഭാഗമാണ്. അങ്ങനെ ഈ പടിക്കെട്ടുകൾ കടന്ന് കാൽ കഴുകാൻ ഇറങ്ങുന്ന ആ സമയത്ത് കുട്ടികൾ മുന്നോട്ട് വീണ്ടും പടിക്കെട്ടുകളുണ്ട് എന്ന് കരുതി കാൽ വെക്കുന്ന സമയത്ത് ഈ വഴുതി, അതായത് കാൽ വഴുതി താഴേക്ക് വീഴുകയായിരുന്നു, ആഴത്തിലേക്ക് വീഴുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ ഇവരെ രക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും ഈ ഹസ്നത്ത് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ മഷീദെ ആ സമയം പുറത്തെടുത്ത സമയത്ത് ചെറിയ രീതിയിൽ ഹൃദയമിടിപ്പെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരെയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ ഇരുവരും മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇവർ ഈ സമീപത്ത് തന്നെയാണ് ഇവരുടെ വീട് ഉള്ളത്. അതായത് പഴുന്നാന സ്വദേശികളാണ് ഈ മരിച്ച 2 കുട്ടികളും എന്നുള്ളതാണ് പറയുന്നത്. ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും കുന്നംകുളം പോലീസും ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ശരി, സങ്കടകരമായ റിപ്പോർട്ടാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. 2 കുട്ടികൾ കുളത്തിൽ വീണ് മരിച്ചു എന്നുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോഴിക്കോട് മുസ്ലിം യൂത്ത് ലീഗിന്റെ മഹാറാലി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ. പ്രവിധ, വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയമായി മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന മഹാറാലിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. റാലി കോഴിക്കോട് സരോവരം പാർക്കിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. 5:30 കൂടിയായിരിക്കും ഇവിടെ എത്തും എന്നാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അല്പം കൂടെ വൈകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. 5:40 കൂടിയായിരിക്കും ഇവിടേക്ക് എത്തുക. അതിനുശേഷമാണ് പൊതുസമ്മേളനം ആരംഭിക്കുക. പൊതുസമ്മേളനം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖരുടെ സാന്നിധ്യം കൂടി ശ്രദ്ധേയമാണ് ഈ പരിപാടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്ക ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. അങ്ങനെ വലിയ ഒരു നേതാക്കളുടെ കൂടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് ഈ ഒരു പരിപാടി. കേന്ദ്ര സർക്കാരിന്റെ വിദ്വേഷ നയങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുമായിട്ടുള്ള താക്കീത് എന്ന നിലയിലാണ് 100,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള പൊതുസമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർ MK മുനീർ, ഒപ്പം തന്നെ നജീബ് കാന്തപുരം MLA തുടങ്ങിയിട്ടുള്ള നേതാക്കളും വനിതാ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ആണ് ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിട്ടുള്ളത്. മറ്റ് നേതാക്കളൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. റാലിയും ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ശേഷമായിരിക്കും പൊതുസമ്മേളനം ആരംഭിക്കുന്നത്. പ്രവിധ. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.